ഹായ്, വെൽക്കം ടു ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലം. ഫ്യൂച്ചറിൻ്റെ എല്ലാ ഓൺലൈൻ ബാച്ചുകളും ഇതാ ആരംഭിക്കാൻ പോവുകയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നൽകുന്നത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് ഞങ്ങൾ എല്ലാ കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ ഏറ്റവും ഗംഭീരരായിട്ടുള്ള ടീച്ചേഴ്സാണ് നിങ്ങളെ മുമ്പിലേക്ക് വരുന്നത്. ഇനി അതോടൊപ്പം തന്നെ ആ ടീച്ചേഴ്സ് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത അവരുടെ സ്റ്റഡി മെറ്റീരിയൽസും ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും ഒക്കെ ഈ കോഴ്സിന്റെ ഭാഗമായി ഞങ്ങൾ നൽകുന്നുണ്ട്. എന്തൊക്കെയാണ് ബാച്ചിന്റെ ഡീറ്റെയിൽസ് എന്ന് നമുക്ക് നോക്കാം. വാ. ഹലോ മക്കളെ, വെൽക്കം ടു ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലം. സോ മക്കൾ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിഗ്ഗസ്റ്റ് ലോഞ്ചിന്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ഞാൻ ഈ സംസാരിക്കുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞ് സയൻസിനൊക്കെ അഡ്മിഷൻ എടുത്ത് നിൽക്കുന്ന മക്കളോടാണ്. ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സീറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന മക്കളുണ്ടായിരിക്കും. ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഒരു പേടിയും പേടിക്കേണ്ട. സോ സയൻസ് എടുത്തതിന് ശേഷം ഏതൊക്കെ സ്ട്രീമിലേക്ക് പോകണമെന്ന് ആലോചിക്കുന്ന സമയത്ത് ഒരു ബിഗ്ഗസ്റ്റ് ആൻസർ ആയിട്ട് വരുന്ന ഒരു സ്ട്രീമാണ് നമ്മുടെ ജെഇ കോഴ്സ് എന്ന് പറയുന്നത്, അല്ലെ? സയൻസിനൊപ്പം തന്നെ നമുക്ക് ജെയും കൂടെ പ്രിപ്പയർ ചെയ്താലോ? അതിനുള്ള ഒരു സുവർണ അവസരമാണ് നമ്മുടെ ഫ്യൂച്ചർ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. സോ ഈ ഫ്യൂച്ചറിന്റെ നമ്മുടെ സ്കൂൾ പ്ലസ് ജെഇ ബാച്ചിലൂടെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട്, നമ്മുടെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിഡിലോസ്കി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. സോ അതിന്റെ ഭാഗമായിട്ടുള്ള ബാച്ച് ലോഞ്ച് ആണ് മക്കളെ ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിലേക്ക് നടത്താൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ക്ലാസ് 11 സ്കൂൾ പ്ലസ് ജെഇ പ്രോഗ്രാം ആണ് നിങ്ങളോട് പറയുന്നത്. അതായത് എന്താണ് നമ്മുടെ സ്ട്രെച്ചിൽ നമുക്ക് 2 ഗോൾ നേടിയെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ള അതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോ ബാച്ചിനും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പേര് ഫ്യൂച്ചർ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ബാച്ചിന് ഒരു പേരുണ്ടായിരിക്കുമല്ലോ. ഏതാണ് നമ്മുടെ പേരെന്ന് പറയുന്നത്? സോ നമുക്ക് പേരൊന്ന് കേട്ടാലോ? റെഡി, 1 2 3. യെസ്, എന്താ നമ്മുടെ പേര്? ആസ്ട്രോ എന്ന് പറയുന്നതാണ് നമ്മുടെ ബാച്ചിന്റെ പേര് വരുന്നത്. സോ ഈ ഒരു ബാച്ചിന്റെ ഭാഗമായിട്ട് മക്കൾക്ക് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഓഫർ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഏതൊക്കെ രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്, തുടങ്ങിയിട്ട് ക്ലാസിന്റെ സമയമടക്കം ഇന്ന് നമ്മൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പറയാൻ വേണ്ടി പോവാണ്. സോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഒരുപാട് ക്ലാസ്സുകൾ നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാവുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നമ്മളുടെ ക്ലാസ് അത്രത്തോളം സ്പെസിഫിക് ആണെന്നും അത്രത്തോളം യുണീക്ക് ആണെന്നും നമ്മൾ പറയുന്നത്. അതിന്റെ പിന്നിൽ ചില കാരണങ്ങളുണ്ട്. കൃത്യമായ ഫൗണ്ടേഷനോട് കൂടിയിട്ട്, അതായത് കൃത്യമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ നൽകുന്നത്. കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ നൽകുന്നത്. അതിന്റെ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ഒരുപാട് കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് ഉത്തരം എഴുതാൻ പറ്റാതെ പോകുന്ന നമ്മൾ 10ാം ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. കുറെ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, കോൺസെപ്റ്റ് പഠിക്കാത്തതിന്റെ പേരിൽ പല കുട്ടികൾക്കും മാർക്ക് കുറയുന്നതായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇതിനേക്കാൾ എത്രയോ മടങ്ങ് വലുതായിട്ടാണ് നമ്മുടെ +1 വരുന്നത്. അതുകൊണ്ട് തന്നെ കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളുടെ ക്ലാസ്സുകളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. അതിന് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ഫാക്കൽറ്റി ലൈനപ്പും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഇവിടെ കാണുന്ന ഓരോരുത്തരും, ഇതിൽ കാണുന്ന ഓരോ ഫാക്കൽറ്റീസും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. ഇവരാണ് നിങ്ങളുടെ അടുത്തേക്ക് നമ്മുടെ ആസ്ട്രോ ബാച്ചുമായിട്ട് മുമ്പോട്ടേക്ക് വരുന്നത്, ഡെയിലി ലൈവ് ക്ലാസ്സുകളായിട്ട് മുമ്പോട്ടേക്ക് വരുന്നത്. സോ അതിൽ പെട്ടിട്ടുള്ള ഒരു നമ്മൾ ഈ കാണുന്ന ഒരാളാണ് നമ്മുടെ ശ്രീമത് സാറ്, അല്ലെ? ശ്രീമത് സാറ്, എന്താണ് നമ്മുടെ ഈ ബാച്ചിന്റെ സ്പെഷ്യാലിറ്റി ആയിട്ട് പറയാനുള്ളത്? ഹായ് മക്കളെ, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഞാൻ ഈ ബാച്ചിന്റെ എല്ലാ പ്രത്യേകതയും കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ് ആണ് മക്കളെ. വെറും ലൈവ് ക്ലാസ് അല്ല, നമ്മൾ ലൈവിൽ കറക്റ്റ് ആയിട്ട് നിങ്ങളായിട്ട് ഇന്ററാക്ട് ചെയ്യും, അല്ലെ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അടിപൊളിയായിട്ട് ഓരോ കോൺസെപ്റ്റുകളും നമ്മൾ പഠിച്ചെടുക്കും. രണ്ടാമത്തെ കാര്യം, ഒരു പക്ഷേ നിങ്ങൾക്ക് ലൈവിൽ കയറാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ ഭാഗം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും കാണാൻ പറ്റും. കാരണം ലൈവ് റെക്കോർഡ് വീഡിയോ ആയിട്ട് അവിടെ സേവ് ചെയ്ത് കിടക്കുന്നുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ മക്കളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ക്ലാസ്സിൽ ഒരു +1 ലെവലിലൊക്കെ എത്തുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു കാര്യം എന്താ അറിയോ? നമ്മുടെ ക്ലാസ്സിൽ ഇങ്ങനെ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നുണ്ടാവും, ചിലപ്പോൾ നോട്ടൊക്കെ ഇങ്ങനെ തരുന്നുണ്ടാവും. അതിൻ്റെ കൂടെ നമ്മൾ നോക്കേണ്ട ഒരാളുണ്ട്. ആരാ? നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക്. പക്ഷെ ആ NCERT ടെക്സ്റ്റ് ബുക്ക് ഒരുവിധം എല്ലാ ആളുകളും തുറക്ക പോലുമില്ല. കാരണം അത് പഠിക്കാൻ വേണ്ടി കുറച്ച് അധികം കഷ്ടപ്പാടുണ്ട്, അത് മനസ്സിലാക്കാൻ നല്ല കഷ്ടപ്പാടുണ്ട്. അപ്പൊ നമുക്ക് നല്ല നോട്ടിന്റെ ആവശ്യമുണ്ട്. ഏറ്റവും നല്ല നോട്ട് നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. ആ ഒരു നോട്ട് നമ്മളെ ഫ്യൂച്ചർ നിങ്ങൾക്ക് തരും. അതും നിങ്ങൾക്ക് ആരാണോ ക്ലാസ് എടുക്കുന്നത് ആ ടീച്ചർ സ്വന്തമായി പ്രിപ്പയർ ചെയ്ത നോട്ടായിരിക്കും മക്കൾക്ക് സ്ലൈഡിന്റെ രൂപത്തിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, കിട്ടാൻ പോകുന്നത്. ഇത് ശരിക്കും എന്താണ്, വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ വെറുതെ കുറെ കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നല്ല മാർക്കോടുകൂടി പാസ്സാകാൻ പറ്റില്ല. അതിനെന്ത് വേണം? എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ആ എക്സാം കൃത്യമായിട്ട് ഓരോ എക്സാമുകളും എപ്പോഴാണോ നടക്കേണ്ടത് അത് നമ്മൾ ഒരു വർഷത്തേക്കുള്ള കംപ്ലീറ്റ് പ്ലാന് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ എക്സാം അതിന്റെ സമയത്ത് നടക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മക്കളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു ടീമുണ്ട്. നിങ്ങൾ ആപ്പിലൊക്കെ മുന്നേ എവിടെയെങ്കിലുമൊക്കെ ക്ലാസ്സിൽ എടുത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കറിയാം, മെന്റേഴ്സ്.
അല്ലെ? അപ്പൊ ഈ മെന്റേഴ്സ് എന്ന് പറഞ്ഞ ആളുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ നമ്മളെ പഠന കാര്യത്തിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ഒരു മെന്റർഷിപ്പ് സപ്പോർട്ട്, അതും സ്ട്രോങ് ആയിട്ടുള്ള ഏറ്റവും നല്ല മെന്റേഴ്സ് അടങ്ങിയിട്ടുള്ള വലിയൊരു വിങ് നമ്മുടെ ഫ്യൂച്ചറിന്റെ ഭാഗമായിട്ടുണ്ട് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മളെ ലേണിംഗ് എന്ന് പറഞ്ഞ സംഭവം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും, ഒരു സംശയമില്ല കാര്യത്തിൽ. ഇനി കുറെ ആൾക്കാർക്കുള്ള സംശയം എന്താ, സാർ എപ്പോഴാണ് ക്ലാസ് പ്ലാൻ ചെയ്യുന്നത്? ഒന്ന് നോക്കിയേ, നമ്മൾ ക്ലാസ് പ്ലാൻ ചെയ്യുന്നത് 7 to 10, അതായത് വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെയാണ് നമ്മുടെ ക്ലാസ്. എന്തായാലും 1.5 മണിക്കൂർ ക്ലാസ് മിനിമം നിങ്ങൾക്ക് എല്ലാ ദിവസവും കിട്ടിയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഈ ഒരു ടൈം നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലേ, നമുക്ക് പഠിക്കാൻ പറ്റിയൊരു ടൈമാണിത്. നേരെ നമ്മൾ പുലർച്ചയ്ക്ക് ക്ലാസ് വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ? പഠിക്കാൻ പറ്റുമോ? രാവിലെ വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ പോകേണ്ടി വരും, ഭയങ്കര തിരക്കായി പോകും. ഈ ഒരു ടൈം ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമാണ് നമ്മൾ എന്ത് ചെയ്തത്, സെലക്ട് ചെയ്തത്. ഇനി ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് സാർ ഒരുപാട് ഫീച്ചേഴ്സ് സാറ് പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ തൻസീർ സാറും പറഞ്ഞു തന്നു. അപ്പോൾ വലിയൊരു എമൗണ്ട് ആണോ നിങ്ങൾ പറയാൻ പോകുന്നത്? ഈ ഒരു ആപ്പിന് എത്ര പൈസ വേണ്ടി വരും, അല്ലെ, എത്ര ക്യാഷ് കൊടുക്കേണ്ടി വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ വരുന്നത് 4999 രൂപ മാത്രം. നിങ്ങൾ അവിടെ ഒരു വലിയ എമൗണ്ട് കണ്ടിട്ട് ഇങ്ങനെ വെട്ടിയത് കണ്ടോ? ഒരു വലിയ എമൗണ്ട് എന്താ 19,999 എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നു അതുമല്ല, അതിനും അപ്പുറത്ത് വാല്യൂ ഉള്ള, അല്ലേ, ആലോചിച്ച് നോക്കിയാൽ 2 കാര്യങ്ങളാണ് കിട്ടുന്നത്. 2 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങളെ NCERT സിലബസ് കംപ്ലീറ്റ് ബോർഡ് എക്സാമിന്, അതിൻ്റെ കൂടെ JEE എക്സാമിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും. ശരിക്കും പറഞ്ഞാൽ ഒരു റിപ്പീറ്റേഴ്സിന് കിട്ടുന്ന എല്ലാ കാര്യവും നിങ്ങൾക്ക് കിട്ടാൻ പോവാം. എത്ര എമൗണ്ടിന്? 4999 രൂപയ്ക്ക്. അത് വേറെ കാര്യമുണ്ടേ, ഇത് ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 500 ആളുകൾക്ക് മാത്രമായിരിക്കും എന്നുള്ള കാര്യം മക്കൾ എന്ത് ചെയ്യരുത്, മറക്കാൻ പാടില്ല. ഇനി ചില ആൾക്കാർക്കുള്ള ഡൗട്ടാണ്, സാർ +1 തുടങ്ങേണ്ട ആവശ്യം എന്താ? +2 ഒക്കെ എത്തിയിട്ട് തുടങ്ങിയാൽ പോരെ ഈ JEEൻ്റെ ഒക്കെ പ്രിപ്പറേഷൻ? നോ, നിങ്ങൾ 2 വർഷം നിങ്ങൾക്ക് ടൈം കിട്ടുകയാണ്. ആ 2 വർഷം നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ JEE പോലത്തെ എക്സാമുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കിട്ടുള്ളൂ. അല്ലെങ്കിൽ കിട്ടാൻ ഒരു ചാൻസും ഇല്ല എന്നുള്ളത് ഞാൻ ഇപ്പം പറയാണ്. അപ്പോൾ ആ 2 വർഷം നല്ല രീതിയിൽ നമ്മൾ കഷ്ടപ്പെടണം, അതിന് നല്ലൊരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടണം. അതാണ് ഫ്യൂച്ചർ. അതുപോലെ തന്നെ നല്ല കൺസെപ്റ്റ്, നേരത്തെ തൻസീർ സാർ പറഞ്ഞ തന്നെ നല്ല കൺസെപ്റ്റ് എന്ത് ചെയ്യണം, ബിൽഡ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് 2 വർഷം ടൈം കിട്ടുന്ന സമയത്ത് നമുക്ക് റിവിഷനും എക്സാം എഴുതി പഠിക്കാനൊക്കെ ഒരുപാട് ടൈം കിട്ടും എന്നുള്ള കാര്യം മക്കൾ മറക്കാൻ പാടില്ല. ഇത് കാരണം നമ്മൾ +2 എത്തുന്ന സമയത്ത് നമുക്ക് വലിയ പ്രഷർ ഉണ്ടാവില്ല. വലിയ പ്രഷർ ഇല്ലാതെ അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, +2 എക്സാം എഴുതാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ റിപ്പീറ്റ് ചെയ്യാതെ തന്നെ JEE നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ള ഈ ഒരു ആപ്പ് നിങ്ങൾ എന്ത് ചെയ്യാറോ, ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യുക എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. ഞാനിതാ ഒരു നമ്പർ അങ്ങോട്ട് പറഞ്ഞുതരാം, നിങ്ങൾ കാണുന്നുണ്ടാവും നമ്പർ. ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. 9952000700 ആണ് നമ്മുടെ നമ്പർ. നമ്മളെ ക്ലാസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ജൂലൈ 1st വീക്ക് നമ്മളെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ആപ്പിൽ പഠിച്ചു തുടങ്ങാം. നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിൽ വെച്ച് കാണാം. ബൈ.